നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ബി ജെ പിക്കാരായിരിക്കുമല്ലോ ദേവസ്വം ബോർഡിൽ ഉണ്ടാവുക. അതും നിങ്ങൾക്ക് പറ്റില്ല, ദേവസ്വം ബോർഡേ പാടില്ല. അല്ല, BJP-ക്കാരാകണം ഞങ്ങൾക്ക് ഇല്ല സാർ. ക്ഷേത്രഭരണം നടത്തുന്നത് വിശ്വാസികളാണ്. ഇപ്പം മനോഹരമായിട്ട് ഇപ്പം ഞാൻ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റികളുണ്ടല്ലോ, മുസ്ലിം മഹല്ല് കമ്മിറ്റികളുണ്ടല്ലോ, ആ മഹല്ല് കമ്മിറ്റികൾ എത്ര മനോഹരമായിട്ടാണ് അവരുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്നത്. ഈ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുണ്ടല്ലോ, അവർ എത്ര മനോഹരമായിട്ടാണ് അവരുടെ ക്രയവിക്രയങ്ങളും. അത് ആ സമുദായത്തിന്റെ സ്വത്താണ്. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ സ്വത്തല്ല, അതുപോലെ തന്നെ മഹല്ല് എന്ന് പറയുന്നത് സർക്കാരിന്റെ സ്വത്തല്ല, ക്രിസ്ത്യൻ പ്രത്യേക രീതിയിൽ ഈ ക്ഷേത്രങ്ങളുടെ സ്വത്ത് മാത്രം പറഞ്ഞു പോലെ വഖഫ് ബോർഡ് എന്ന് കേട്ടോ. വഖഫ് ബോർഡ് ഉണ്ടല്ലോ സാർ, വഖഫ് ബോർഡൊക്കെ ഉണ്ടെങ്കിലും വഖഫ് ബോർഡ് ഉണ്ടല്ലോ സാർ, അതിനെന്താ പ്രശ്നം? കൊല്ലമായിട്ട് കേരളത്തിൽ ധാരാളം ഓടിയ ഒരു കാര്യമാണ് ഈ പറയുന്നത്. ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ദേവസ്വം ബോർഡ്, മറ്റാർക്കും ബോർഡില്ല എന്നുള്ളത്. ഈ ക്ഷേത്രങ്ങളിലേക്ക് ഞാൻ പറയാം, ഈ അന്ത്യത്തിരി സാർ ഒന്ന് പറയട്ടെ, അന്ത്യത്തിരി കൊളുത്താൻ വകുപ്പില്ലാത്ത ക്ഷേത്രങ്ങളെ പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പ്രസ്ഥാനമാണ് RSSഉം ക്ഷേത്ര സംരക്ഷണ സമിതിയും. അങ്ങനെ ഞങ്ങൾ ഉയർത്തിയ ക്ഷേത്രങ്ങൾ വളർന്ന് വലുതായപ്പോഴാണ് ഇവർ പിടിച്ചടക്കാൻ വന്നത്. ഞങ്ങൾ വളർന്ന്, കാരണം അന്ത്യത്തിരി വിളക്ക് കത്തിക്കാൻ വഴിയില്ലാത്ത ക്ഷേത്രങ്ങളെ പുനരുദ്ധാരണം നടത്തിയ പ്രസ്ഥാനമാണ് ഞങ്ങളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ അന്ത്യത്തിരി കത്തിക്കാനില്ലാത്ത ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയാണ്. അത് ഞങ്ങളുടെ RSSന്റെ പോഷക സംഘടനയാണ്. ആ ക്ഷേത്രങ്ങളെ ഈ ദേവസ്വം ബോർഡ് കൈവയ്ക്കില്ല. നിങ്ങൾ നോക്കണം, ഇപ്പോഴും അന്ത്യത്തിരി കത്തിക്കാൻ വൈകയില്ലാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ധൈര്യമുണ്ട് ദേവസ്വം ബോർഡുകൾ ഏറ്റെടുത്തിട്ട് നടത്താൻ ചെയ്യില്ല. വരുമാനമുള്ള ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വത്താക്കി മാറ്റിയിട്ട് ഗവൺമെന്റ് സ്വത്താക്കിക്കൊണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും നിയമനം നടത്താനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളും. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരും.